بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീണ്ടും നമ്മളെല്ലാവരും അനന്തരാവകാശ നിയമങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ കൂടിയിരുത്തം സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അനന്തരാവകാശത്തിൻ്റെ പ്രാധാന്യം, പ്രസക്തി എത്രത്തോളം മുസ്ലിമീങ്ങളുടെ ജീവിതവുമായി അടുത്ത ബന്ധമുള്ള ഒരു ശാസ്ത്രമാണ് അനന്തരാവകാശ ശാസ്ത്രമെന്നും നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചു. ഖുർആന് സുന്നത്തിൻ്റെ വെളിച്ചത്തിലാണ് നാം അനന്തരാവകാശ നിയമങ്ങൾ പഠിക്കുന്നത്. അഥവാ ഈ മേഖല മനുഷ്യബുദ്ധിക്ക് ഗവേഷണത്തിന് അനുവാദമുള്ള ഒരു മേഖലയല്ല, മറിച്ച് പണ്ഡിതന്മാരുടെ ഭാഷയനുസരിച്ച് തൗഖീഫിയാണ്. അഥവാ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലായ അടിസ്ഥാനത്തിലാണ് ഈ നിയമങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. അങ്ങനെ അവസാനം നമ്മൾ എത്തിയത് മാതാപിതാക്കളുടെ സ്വത്തവകാശത്തിലാണ്. മാതാപിതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വത്തവകാശം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു പ്രത്യേക രീതിയിലായിരുന്നു സമ്പത്ത് അവകാശപ്പെട്ടിരുന്നത്. അതിൻ്റെ രൂപം നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മാതാപിതാക്കൾക്ക് കൃത്യമായ അവകാശം നൽകിക്കൊടുത്തു. അതിൻ്റെ 3 വശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അഥവാ മാതാപിതാക്കൾക്ക് സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിൽ എത്ര അവസ്ഥകളുണ്ട്? 3 അവസ്ഥയാണ്. ഒന്നാമത് ഇബ്നു കസീർ തഫ്സീറിൽ പഠിച്ചത് അൻ യജ്തമിഅ മഅൽ ഔലാദ്, കുട്ടികളോടൊപ്പം മാതാപിതാക്കൾക്ക് സ്വത്തവകാശം. അത് എത്രയാണ്? ഫയുഫ്റദു ലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്സുദുസ്, അവരിൽ ഓരോരുത്തർക്കും സുദുസ് ഉണ്ട്. സുദുസ് പറഞ്ഞാൽ 1/6. ഇതെപ്പോഴാണ്? മരിച്ച ആളുടെ സന്താനങ്ങളോടൊപ്പം, മക്കളോടൊപ്പം മാതാപിതാക്കൾക്ക്, മരിച്ച ആളുടെ മാതാപിതാക്കൾക്ക് അവരിൽ ഓരോരുത്തർക്കും സുദുസുണ്ട്, 1/6. എന്നാൽ രണ്ടാമത്തെ അവസ്ഥ അൻ യൻഫരിദൽ അബവാനി ബിൽ മീറാസ്, സ്വത്താവകാശികളായിട്ട് മാതാപിതാക്കൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെയാവുമ്പോൾ ഉമ്മാക്ക് എത്രയാണ്? 3/1. ബാക്കിയുള്ളതെല്ലാം വാപ്പാക്ക് അഥവാ പിതാവിന് അവകാശപ്പെടുന്നു. വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ അസ്സുദുസു മിമ്മാ തറക ഇൻ കാന ലഹു വലദ്. ഇതാണ് അതിനുള്ള തെളിവ്. മാതാപിതാക്കൾക്ക് ലികുല്ലി വാഹിദിൻ മിൻഹുമ, അവരിൽ ഓരോരുത്തർക്കും അസ്സുദുസു, എത്ര അവകാശം? 1/6. ഇൻ കാന ലഹു വലദ്, ഒരു നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ. എന്താ നിബന്ധന? മരിച്ച ആൾക്ക് മക്കളുണ്ടെങ്കിൽ. ഫഇൻ ലം യകുൻ ലഹു വലദുൻ, മരിച്ച ആൾക്ക് മക്കളില്ലെങ്കിൽ, വരിസഹു അബവാഹു, സ്വത്തവകാശം മാതാപിതാക്കൾക്ക് പോകുകയും ചെയ്താൽ ഫലി ഉമ്മിഹി സുലുസ്, അതായത് സ്വത്താവകാശികളായിട്ട് മാതാപിതാക്കളാണ് ഉള്ളത്. അങ്ങനെ ആവുമ്പോൾ മരിച്ച ആൾക്ക് മക്കളില്ല, ഉമ്മാക്ക് എത്രയാണ്? അസ്സുലുസ്, അതായത് 3/1. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ, അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ
അൽ മസ്അലത്താനിൽ ഉമരിയത്താൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫത്വ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 2 മസ്അലകൾ മുസ്ലിമീങ്ങൾ പഠിച്ചു. എന്താണ് മസ്അല? മാതാവും പിതാവും, അവരുടെ കൂടെ ആരുണ്ട്? ഭർത്താവോ ഭാര്യയോ. ഇതാണ് അൽ മസ്അലത്താനിൽ ഉമരിയത്താൻ എന്ന് പറഞ്ഞത്. ആ വിഷയത്തിൽ ആദ്യമായി തീർപ്പ് നൽകിയത് ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലേക്ക് ചേർത്ത് പറയപ്പെട്ടു. മാതാപിതാക്കളുടെ കൂടെ ഭർത്താവുണ്ടെങ്കിൽ ഖുർആനിന്റെ വെളിച്ചത്തിൽ ആ മരിച്ച ആൾക്ക് ആരില്ല? മക്കളില്ല. അങ്ങനെയാകുമ്പോൾ ഭർത്താവിന് മരിച്ചത് ഭാര്യയാണെങ്കിൽ ഭർത്താവിന് എത്ര അവകാശപ്പെടുക? നിസ്ഫ്, അഥവാ എത്രയാണ്? പകുതി. ബാക്കിയുള്ള അവകാശം, അതിൽ ബാക്കിയുള്ള അവകാശത്തിന്റെ 1/3 അതാർക്കാണ്? ഉമ്മാക്ക്. ബാക്കി 2 അവകാശം പാപ്പാക്ക്. ഇനി മരിച്ചത് ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് എത്രയാണ് കിട്ടേണ്ടത്? 4/1. ബാക്കിയുള്ളത് ഉപ്പാക്കും ഉമ്മാക്കും പോകും. മാതാവിന് പിതാവിൻ്റെ പകുതി അവകാശം. ഇതിനാണ് അൽ മസ്അലത്താനി അൽ ഉമരിയത്താൻ എന്ന് പറയപ്പെടുന്നത്. 3ാമത്തെ അവസ്ഥയിലാണ് നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്. മാതാപിതാക്കൾക്ക് 3 അവസ്ഥ ഉണ്ട് പറഞ്ഞല്ലോ. 1, 2 പറഞ്ഞു കഴിഞ്ഞു. 3ാമത്തെ അവസ്ഥ നമുക്ക് ഒരുമിച്ച് വായിക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട ഉദാഹരണങ്ങളിലേക്ക് പ്രവേശിക്കാം. വൽ ഹാലു സാലിസു മിൻ അഹ്വാലിൽ അബവൈനി. വൽ ഹാലു സാലിസ് എന്ന് പറഞ്ഞാൽ 3ാമത്തെ അവസ്ഥ. അൽ ഹാൽ എന്ന പദം അവസ്ഥ എന്ന അർത്ഥമാക്കുന്നു. ഹാല് എന്നത് പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും ഉപയോഗിക്കാം. അൽ ഹാലു സാലിസത്തു എന്ന് പറയാം, അൽ ഹാലു സാലിസു എന്നും പറയാം. മിൻ അഹ്വാലിൽ അബവൈൻ, മാതാപിതാക്കളുടെ 3ാമത്തെ അവസ്ഥ. വഹുവ ഇജ്തിമാഉഹുമാ മഅൽ ഇഖ്വ, സഹോദരന്മാരോടൊപ്പം ഒരുമിക്കുക. ഇതാണ് 3ാമത്തെ അവസ്ഥ. 1ാമത്തെ അവസ്ഥ മക്കളോടൊപ്പം ഒരുമിക്കുക. 2ാമത്തെ അവസ്ഥ മക്കളും സഹോദരന്മാരും ഇല്ല, അവർ മാത്രമായിരിക്കെ. 3ാമത്തെ അവസ്ഥ സഹോദരന്മാരോടൊപ്പം, അതായത് മക്കളില്ലാതെ മരിച്ച ആളുടെ സഹോദരന്മാരോടൊപ്പം മാതാപിതാക്കൾ ഒരുമിക്കുക. അതെ, എല്ലാവരും പെടും. സവാഉൻ കാനു മിനൽ അബവൈനി ഔ മിനൽ അബി ഔ മിനൽ ഉമ്മി. അതായത് മാതാപിതാക്കളിൽ നിന്നുള്ള സഹോദരന്മാരാണെങ്കിലും പിതാവിൽ നിന്നുള്ള സഹോദരന്മാരോ മാതാവിൽ നിന്ന് സഹോദരന്മാരോ ആണെങ്കിലും അവർക്ക് ഒരു പ്രത്യേക അവസ്ഥയാണത്. എന്താണ് നമുക്ക് വായിക്കാം. ഫഇന്നഹും ലാ യരിസൂന മഅൽ അബി ശൈആ. എന്താ അർത്ഥം? പിതാവുണ്ടെങ്കിൽ അവർക്ക് സ്വത്തിൽ നിന്ന് യാതൊരു അവകാശവും ഇല്ല. അതെ, അതായത് പിതാവുണ്ടെങ്കിൽ സഹോദരന്മാർക്ക് അവകാശമില്ല. പക്ഷേ ആ സഹോദരന്മാർ അവർക്ക് യാതൊരു അവകാശവും ഇല്ലെങ്കിലും അവർ ഉമ്മാനെ ചില അവകാശത്തിന് തടസ്സപ്പെടുത്തും. എന്താണത്? വലാകിന്നഹും മഅ ദാലിക യഹ്ജുബൂന അൽ ഉമ്മ അനി സുലുസി ഇല സുദുസ്. സ്വത്തിന്റെ 3 അവകാശമാണ് മക്കളില്ലെങ്കിൽ ആർക്കുള്ളത്? ഉമ്മാക്കുള്ളത്. فإن لم يكن له ولد وورثه أبواه فلأمه الثلث. അങ്ങനെയാകുമ്പോഴും പിതാവുണ്ട്, മാതാവുണ്ട്, മരിച്ച ആൾക്ക് സഹോദരന്മാരുണ്ട്. പിതാവുണ്ടാകുമ്പോൾ മരിച്ച ആളുടെ
വാപ്പയുണ്ടാവുമ്പോൾ സഹോദരന്മാർക്ക് യാതൊന്നും അവകാശപ്പെടുകയില്ല. പക്ഷെ അവര് എന്ത് ചെയ്യും? അവരുണ്ടാകുമ്പം ഒരു ഉപദ്രവമുണ്ട്. എന്താണത്? ഉമ്മാക്ക്, അതായത് ഒന്നിൽ നിന്ന് 1/6 അവകാശത്തിലേക്ക് മാറും. ഫയുഫ്റദു ലഹാ മഅ വുജൂദിഹിം അസ്സുദുസ്. അവർ ഉണ്ടായിരിക്കെ ഉമ്മാക്ക് എത്ര അവകാശം? അസ്സുദുസ്, 1/6. ഫഇൻ ലം യകുൻ വാരിസുൻ സിവാഹ വസിവൽ അബി അഖദൽ അബുൽ ബാഖി. ഫഇൻ ലം യകുൻ വാരിസുൻ സിവാഹ വസിവൽ അബി. ഇനി മാതാപിതാക്കളല്ലാതെ വേറെ ആരും അവകാശികളില്ല. പറഞ്ഞല്ലേ, സഹോദരന്മാര്, ഉപ്പ, ഉമ്മ. സഹോദരന്മാർക്കൊന്നുമില്ല ഉപ്പ ഉണ്ടാവുമ്പോ. ഇനി അവകാശികളായിട്ട് ആരും മാത്രമേ ഉള്ളൂ? ഉപ്പ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആവുമ്പോൾ ഉപ്പാക്ക് ബാക്കിയുള്ള സംഖ്യ, ബാക്കിയുള്ള സ്വത്ത് ഉപ്പാക്ക് പോകുന്നു. അത് ഞാൻ പറയാം തഅസീബ് എന്ന് പറയാം. എന്താ പറയാ? തഅസീബ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഫർദും തഅസീബും തമ്മിലുള്ള വ്യത്യാസം. എന്താ ഫർദ് എന്ന് പറഞ്ഞാല്? നിശ്ചിത ഓഹരി. നിശ്ചിതമല്ലാത്ത ഓഹരിക്കോ തഅസീബ് എന്നും പറയും. വഹുക്മുൽ അഖവൈനി ഫീമാ ദക്കർനാഹു കഹുക്മിൽ ഇഖ്വതി ഇൻദൽ ജുംഹൂർ. ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണ പ്രകാരം 2 സഹോദരന്മാരാണെങ്കിലും കൂടുതൽ സഹോദരന്മാരാണെങ്കിലും ഒരേ നിയമമാണെന്ന്. അതായത് ചില പണ്ഡിതന്മാർ പറഞ്ഞു 2 സഹോദരന്മാരാണെങ്കിൽ ഇവിടെ തടസ്സപ്പെടുത്തുന്നില്ല. എന്നാൽ 2 സഹോദരന്മാരാണെങ്കിലും കൂടുതൽ സഹോദരന്മാരാണെങ്കിലും ഒരേ നിയമമാണ് എന്നുള്ള ഒരു ഖുർആനിക ആയത്തിന്റെ, വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. എന്താണ് ആയത്ത്? ഫഇൻ കാന ലഹു ഇഖ്വതുൻ ഫലിഉമ്മിഹി സുദുസ്. ഇത് ഒന്നാമത്തെ നോട്ടിൽ നമ്മൾ ഉദ്ധരിച്ച ആയത്താണത്. ഫഇൻ കാന ലഹു ഇഖ്വതുൻ ഫലിഉമ്മിഹി സുദുസ്. അതായത് മരിച്ച ആൾക്ക് ഇഖ്വത്തുണ്ടെങ്കിൽ, സഹോദരന്മാരുണ്ടെങ്കിൽ, ഫലിഉമ്മിഹി സുദുസ്, ഉമ്മാക്ക് എത്രയാണ്? സുദുസാണ്, 1/6. അങ്ങനെ ചുരുക്കത്തിൽ മാതാപിതാക്കൾക്ക് 3 അവസ്ഥയാണുള്ളത്. ഈ 3 അവസ്ഥയാണ് നമ്മൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചത്. അതുപോലെ തന്നെ സഹോദരന്മാർക്കും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കും. 3 അവസ്ഥയും വേറെയുണ്ട്. അതുപോലെ തന്നെ സഹോദരിക്ക് സഹോദരൻ കൂടുതൽ ആവുമ്പോൾ മാതാവിലൂടെ ഉണ്ടാകുന്ന സഹോദരന്മാർ, പിതാവിലൂടെ ഉണ്ടാകുന്ന സഹോദരന്മാർ, എല്ലാവർക്കും അവരുടെ പ്രത്യേകം നിയമങ്ങളും വിശദാംശങ്ങളും ഉണ്ട്. എല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിലൂടെ പഠിക്കും ഇൻഷാ അല്ലാഹ്. അതായത് ഈ ചുരുക്കത്തിൽ ഇതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് കിട്ടണമെങ്കിൽ ഈ 3 ആയത്തുകളും പൂർണ്ണമായും പഠിക്കണം. ഏത് ആയത്തുകൾ? ഫറായിദിന്റെ 3 ആയത്തുകൾ. അതുപോലെ അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളും പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു വ്യക്തമായ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3ാമത്തെ നോട്ടിലേക്ക് വരൂ. അതായത് ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അനന്തരാവകാശ നിയമങ്ങൾ അവകാശികൾക്ക് നൽകാൻ പറഞ്ഞപ്പോൾ ഏതിന് ശേഷമാണ് അവകാശങ്ങൾ നൽകേണ്ടത്? കടബാധ്യത, അതുപോലെ തന്നെ വസിയത്ത് എല്ലാം നൽകിയതിന് ശേഷമാണ്. അതിന് തെളിവാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. قال الإمام ابن عطية في المحرر الوجيز في تفسير الكتاب العزيز. إمام ابن عطية رحمه الله أبو محمد ابن عطية അറിയപ്പെട്ട പ്രസിദ്ധനായ തഫ്സീർ പണ്ഡിതനാണ്. ഹിജ്റ 542 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ട ഒരു തഫ്സീർ ഗ്രന്ഥമാണ് അൽ മുഹററുൽ വജീസ് ഫി തഫ്സീർ അൽ കിതാബിൽ അസീസ്. ആ തഫ്സീർ ഗ്രന്ഥം പല പണ്ഡിതന്മാരും അംഗീകരിച്ച തഫ്സീറാണ്. എങ്കിലും ചില വിശ്വാസ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അസ്മാ സിഫാത്ത് വിഷയങ്ങളിൽ
ഈ തഫ്സീർ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം അശ്ശരി തരീഖത്തിൻ്റെ രീതിയാണ് അസ്മാ സിഫാത്ത് പഠിക്കുമ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ തഫ്സീർ എന്ന നിലക്ക് ഇതൊരു അംഗീകൃത പണ്ഡിതന്മാർ അംഗീകരിച്ച തഫ്സീർ ഗ്രന്ഥമാണ്. ഫി തഫ്സീർ ഖൗലിഹി തആല മിൻ ബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ ഔ ദൈൻ. ഇതെപ്പോഴാണ് പറയുന്നത്? ഫഇൻ കാന ലഹു ഇഖ്വത്തുൻ ഫലി ഉമ്മിഹി അസ്സുദുസ് എന്ന ആയത്തിൻ്റെല്ലോ. ആ ആയത്തിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു പറയുന്നത് മിൻ ബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ ഔ ദൈൻ. മക്കളുടെയും, മക്കൾ എന്ന് പറയുമ്പോൾ അരക്കപ്പെട്ടു ആൺമക്കൾ, പെൺമക്കൾ. പെൺമക്കളാവുമ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിലും കൂടുതൽ പെൺകുട്ടികളാണെങ്കിലും, അതുപോലെ തന്നെ മാതാപിതാക്കൾ, സഹോദരന്മാർ, ഇവരുടെ അവകാശങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു മിൻ ബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ ഔ ദൈൻ. യൂസാ ബിഹാ ഔ ദൈൻ എന്ന ഖിറാഅത്തും ഉണ്ട്. എന്താണ് ഈ ആയത്തിൽ പണ്ഡിതന്മാർ തഫ്സീർ പറഞ്ഞത്? അതാണ് പ്രത്യേകം പഠിക്കേണ്ടത്. വഹാദിഹിൽ ആയതു ഇന്നമാ ഖുസിദ ബിഹാ തഖ്ദീമു ഹാദൈനിൽ ഫിഅലൈനി അലൽ മീറാസ്. ഇവിടെ രണ്ട് വിഷയങ്ങളാണുള്ളത്. ഒന്ന്, സ്വത്തവകാശം നൽകുന്നതിന് മുമ്പ് കടബാധ്യതയും അതുപോലെ തന്നെ വസിയത്തും നടപ്പിൽ വരുത്തണം. രണ്ടാമത്തെ വിഷയം, ഏതിനാണ് മുൻഗണന നൽകേണ്ടത്? ഖുർആനിന്റെ ബാഹ്യമായി നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞത് എന്തിനാണ്? വസിയത്തിനാണ് ആദ്യം ഉദ്ധരിച്ചത്, ശേഷമാണ് ദൈനി കടബാധ്യത ഉദ്ധരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇജ്മാ ഉണ്ട്. ആ ഇജ്മാഅാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വഹാദിഹിൽ ആയതു ഇന്നമാ ഖുസിദ ബിഹാ, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തഖ്ദീമു ഹാദൈനിൽ ഫിഅലൈനി അലൽ മീറാസ്, ഈ രണ്ട് കർമ്മങ്ങൾ, ഈ രണ്ട് ബാധ്യതകൾ, കടബാധ്യത, വസിയത്ത്, അതിന് മുമ്പ് ഈ രണ്ട് ബാധ്യതകളും തഖ്ദീമുഹ അലൽ മീറാസ്, മീറാസിന് മുമ്പ് മുൻകൂട്ടി ചെയ്യേണ്ടതാണ് ഈ രണ്ട് ബാധ്യതകൾ. ഒന്നെന്താണ്? വസിയത്ത്, രണ്ട് ദൈൻ. വലം യുഖ്സദ് ബിഹാ തർതീബുഹാ ഫീ അൻഫുസിഹിമാ, അതായത് ഈ ആയത്തിൽ ക്രമം, തർതീബ് ഉദ്ദേശിക്കപ്പെടുന്നില്ല. ولذلك تقدمت الوصية في اللفظ. نقول ويك ولم يقصد بها ترتيبهما في أنفسهما ولذلك تقدمت الوصية في اللفظ. ഇവിടെ തർത്തീബ് ഉദ്ദേശിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ വസിയത്ത് പദത്തിൽ ആദ്യമായി വന്നു. വസിയത്തിന് ആദ്യമായി ഉദ്ധരിക്കപ്പെട്ടതുകൊണ്ട് അവിടെ തർത്തീബ്, ഒരു ക്രമം ഉദ്ദേശിക്കുന്നില്ല. കാരണം ഔ എന്ന പദം തർത്തീബ് അറിയിക്കുന്ന പദമല്ല. എന്നാൽ ഇതിന് ശേഷം മിൻ ബഅദി വസിയത്തിൻ സുമ്മ എന്ന പദം ഉപയോഗിക്കുകയാണെങ്കിലോ അപ്പോൾ അവിടെ തർത്തീബ് ഉദ്ദേശിക്കപ്പെട്ടു. അതായത് വസിയത്തിന് ശേഷമാണ് ദൈന് കൊടുക്കേണ്ടത്. എന്നാൽ അങ്ങനെയുള്ള ഒരു പ്രയോഗം ഇല്ലാതിരിക്കെ മാത്രമല്ല, ഈ വിഷയത്തിൽ എന്തുണ്ട്? ഇജ്മാഉം ഉണ്ട്. പണ്ഡിതന്മാർ ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടിരിക്കുന്നു, വസിയത്തിന് മുമ്പ് എന്ത് നൽകണം? ദൈന് കൊടുക്കണം. ദൈനാണ് ആദ്യം കൊടുക്കേണ്ടത്, എന്നിട്ട് വസിയത്ത്. കാരണം ഒരു ഷഹീദ് പോലും മരണപ്പെട്ടാൽ, ഒരാൾ രക്തസാക്ഷിയായി മരണപ്പെട്ടു, എന്നാൽ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് നിറവേറ്റണം? അയാൾക്കുള്ള കടബാധ്യത നിറവേറ്റപ്പെടണം. അപ്പം അത് വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. والدين مقدم على الوصية بإجماع. ഇജ്മാ പ്രകാരം വസിയത്തിനേക്കാൾ ദൈനിന് മുൻഗണനയുണ്ട്. അഥവാ ദൈനാണ് വസിയത്തിന് മുമ്പ് നൽകപ്പെടേണ്ടത്. ഇജ്മാ പ്രകാരം. ഇത് പണ്ഡിതന്മാർക്ക് തർക്കമില്ലാത്തൊരു വിഷയമാണ്. തഫ്സീർ പണ്ഡിതന്മാരും ഫുഖഹാക്കളും എല്ലാം ഇജ്മാ ഹിക്കായത്ത് ചെയ്ത ഒരു വിഷയമാണ് ഈ വിഷയം, ഈ മസല. അതുകൊണ്ട് ഇതിൽ വേറൊരു അഭിപ്രായം ഇല്ല. വല്ലദി അഖൂലു ഫീ ഹാദാ ഇന്നഹു ഖദ്ദമൽ വസിയ്യത ഇദ് ഹിയ അഖല്ലു ലുസൂമൻ മിന അദ്ദൈൻ. ഇവിടെ ഒരു ഇമാം ഇബ്നു അത്തിയ്യ, അതുപോലെ പല പണ്ഡിതന്മാരും
ഖുർത്തുബി പോലെ പണ്ഡിതന്മാരൊക്കെ ഈ ആയത്തിനെ ന്യായീകരിക്കുകയാണ്. അതായത് എന്നിട്ടും ദൈനിനാണ്, കടത്തിനാണ്, കടബാധ്യതക്കാണ് വസിയത്തിനേക്കാൾ മുൻഗണന നൽകേണ്ടത്. പഠിച്ചു ഇജ്മാ പ്രകാരം. എന്നിട്ടും എന്തുകൊണ്ടാണ് ആയത്തിൽ വസിയത്തിനെ ആദ്യം എടുത്തു പറഞ്ഞത്? അതിനൊരു യുക്തി ഉണ്ടാവുമല്ലോ. ആ യുക്തിയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. സംഗതി മനസ്സിലായല്ലോ? നടപ്പിൽ വരുത്തേണ്ടത് ആദ്യം എന്താണ്? ദൈനാണ്, കടബാധ്യതയാണ്. എന്നിട്ടും ഖുർആൻ എന്തുകൊണ്ട് വസിയത്തിനെ മുൻകൂട്ടി പറഞ്ഞു? അതിൻ്റെ തഫ്സീറാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ഇന്നഹു ഖദ്ദമൽ വസിയ്യത ഇദ് ഹിയ അഖല്ലു ലുസൂമൻ മിനദ് ദൈൻ. ദൈനിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞ ബാധ്യതയാണ് വസിയത്ത്. എന്നിട്ടും വസിയത്തിനെ മുൻകൂട്ടി പറയാനുള്ള കാരണം ഇഹ്തിമാമൻ ബിഹാ വനജ്ബൻ ഇലൈഹാ, വസിയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതുപോലെ തന്നെ അത് നിറവേറ്റപ്പെടാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമാണ് ഖുർആൻ വസിയത്തിനെ മുൻകൂട്ടി പറഞ്ഞത്. കാരണം ഒരു കാര്യത്തിന് വേണ്ടത്ര പ്രാധാന്യമില്ല, രണ്ട് കാര്യം ഒരുമിച്ച് പറഞ്ഞു. എന്നാൽ വസിയത്തിന് ദൈനത്ര പ്രാധാന്യമില്ല എന്ന് മനസ്സിലായി. മാത്രമല്ല ആയത്തിൽ മുൻകൂട്ടി പറയാതെ ദൈന് ശേഷം പറയുകയും ചെയ്താൽ പിന്നീട് വസിയത്തിന് വലിയ പ്രാധാന്യമില്ല ജനങ്ങളെ മനസ്സിലാക്കുകയും അത് നടപ്പിൽ വരുത്തുന്നതിൽ വീഴ്ചകൾ വരുത്തുകയും ചെയ്യും. അതുകൊണ്ടാണ് ഖുർആൻ പ്രത്യേകമായി വസിയത്തിന് മുൻകൂട്ടി പറഞ്ഞത്. ഇഹ്തിമാമൻ ബിഹാ, അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, വനദ്ബൻ ഇലൈഹ, അത് നടപ്പിൽ വരുത്താൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഖുർആൻ മുൻകൂട്ടി പറഞ്ഞു. കമാ ഖാല തആല ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളുടെ പ്രവൃത്തികൾ അവരുടെ മുൻപിൽ വെക്കുമ്പോൾ ആ അക്രമികൾ പറയുന്നു, എന്താണ് ഈ ഗ്രന്ഥം, നമ്മുടെ കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തുന്ന ഈ ഗ്രന്ഥത്തിൽ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, അതിൽ യാതൊരു ചെറിയ കാര്യമോ വലിയ കാര്യമോ ഒന്നും ലാ യുഗാദിറു വിട്ടേച്ച് പോകുന്നില്ല, എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ. അങ്ങനെ പറയുമ്പോൾ ലാ യുഗാദിറു സഗീറതൻ ആദ്യം മുൻകൂട്ടി പറഞ്ഞത് എന്താണ്? സഗീറത്താണ്. ഇനി കബീറത്തിന് മുൻകൂട്ടി പറഞ്ഞത് കൊണ്ട് ആരും ചെറിയ ചെറിയ പാപങ്ങൾ നിസാരവൽക്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സഗീറത്തിനെ ആദ്യം എടുത്തു പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ തഫ്സീറിൽ പറയാറുണ്ട്. വഖാല ഇമാം ഇബ്നു കസീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും അവകാശങ്ങൾ കണക്ക് പ്രകാരം തന്നെ ആയത്തുകളിലൂടെ വിശദീകരിച്ചു. എന്തിനാണ്? ആബാഉക്കും വഅബ്നാഉക്കും ലാ തദ്റൂന അയ്യുഹും അഖ്റബു ലക്കും നഫ്ആ. നിങ്ങളുടെ പിതാക്കളിലും നിങ്ങളുടെ മക്കളിലും ഉപകാരം കൊണ്ട് നിങ്ങളോട് ഏറ്റവും അടുത്തവർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഒരു പക്ഷെ ഉപകാരം മക്കളിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ അവകാശങ്ങൾ അല്ലാഹു നൽകിക്കൊടുത്തു. ഐ ഇന്നമാ ഫറദ്ന ലിൽ ആബാഇ വൽ അബ്നാഇ വസാവൈനാ ബൈനൽ കുല്ലി ഫി അസ്റിൽ മീറാസി അലാ ഖിലാഫി മാ കാന അലൈഹിൽ അംറു ഫിൽ ജാഹിലിയ്യ വഅലാ ഖിലാഫി മാ കാന അലൈഹിൽ അംറു في ابتداء الإسلام من كون المال للولد وللأبوين الوصية. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്കും മക്കൾക്കും അവകാശങ്ങൾ നൽകി കൊടുത്തത്? വസാവൈന ബൈനൽ കുല്ലി ഫി അസ്റിൽ മീറാത്ത്, മീറാത്തിന്റെ സ്വത്തവകാശത്തിന്റെ അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സമപ്പെടുത്തി പറഞ്ഞാൽ അവകാശങ്ങളുടെ കണക്കിലല്ല, മറിച്ച് മക്കൾക്കും അവകാശം കൊടുത്തു, അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും സ്വത്തവകാശം നൽകി. അലാ ഖിലാഫി മാ കാന അലൈഹി അംറു ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായ സമ്പ്രദായത്തിന് വിഭിന്നമായി
വിരുദ്ധമായിക്കൊണ്ട്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് നമ്മൾ, ജാഹിലിയ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സ്വത്തവകാശം? സ്ത്രീകൾക്കും കുട്ടികൾക്കുമില്ല. എന്തായിരുന്നു അവരുടെ ന്യായം? ആരാ പറയാം? യുദ്ധത്തിൽ, അതെ, യുദ്ധത്തിൽ പങ്കെടുക്കുകയും യുദ്ധം മുതൽ അവകാശപ്പെടുകയും ചെയ്യുന്നവർക്കാണ് സ്വത്തവകാശം. അതായത് യുദ്ധത്തിൽ ആര് പങ്കെടുക്കൂല? കുട്ടികൾ പങ്കെടുക്കൂല. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പങ്കെടുക്കൂല, യുദ്ധം ചെയ്യൂല. അപ്പൊ അവർക്ക് അവകാശമില്ല. ഇതായിരുന്നു ജാഹിലിയക്കാരുടെ അവകാശം, അഥവാ അവരുടെ സമ്പ്രദായം. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിലും ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനും വിഭിന്നമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്കും മക്കൾക്കും അവകാശങ്ങൾ നൽകിയത്. എങ്ങനെയായിരുന്നു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ വസിയത്തും സ്വത്തവകാശവും? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല കാനൽ മാലു ലിൽ വലദ്, സമ്പത്ത് ആർക്കായിരുന്നു? മക്കൾക്കായിരുന്നു. വകാനത്തിൽ വസിയത്തു ലിൽ വാലിദൈൻ, വസിയത്ത് ആർക്കായിരുന്നു? മാതാപിതാക്കൾക്കായിരുന്നു. ഫനസഖ അല്ലാഹു മിൻ ദാലിക മാ അഹബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് പ്രകാരം അതെല്ലാം നസ്ഖ് ചെയ്തു, ഉയർത്തി കളഞ്ഞു. ഉയർത്തി പറഞ്ഞാൽ ആ നിയമം എടുത്തു കളഞ്ഞു. ഫജഅല ലിദ്ദക്കരി മിസ്ല ഹദ്ദിൽ ഉൻസയൈൻ, അങ്ങനെ ആൺമക്കൾക്ക് പെൺകുട്ടികളുടെ 2 ഇരട്ടി അവകാശം നൽകി. വജഅല ലിൽ അബവൈനി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു വസ്സുലുസ്, മാതാപിതാക്കൾക്ക് സുദുസായിട്ടും സുലുസായിട്ടും അവകാശം നൽകി. വജഅല ലിസ്സൗജി സുമുന വറുബ്, ഭാര്യയ്ക്ക് 8 4 അവകാശം നൽകി. വലിസ്സൗജി, ഭർത്താവിന് അശ്ശത്ര വറുബ്, സ്വത്തവകാശത്തിന്റെ പകുതിയും 4 നൽകിയത്. അപ്പോൾ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ മക്കൾക്കായിരുന്നു സ്വത്തവകാശം, മാതാപിതാക്കൾക്കോ മീറാത്തില്ല, മറിച്ച് വസിയത്തായിരുന്നു. പണ്ഡിതന്മാർ പറയുന്നു ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ വസിയത്ത് നിർബന്ധമായിരുന്നു. എന്താ തെളിവ്? കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറനിൽ വസിയതു ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫ് ഹഖ്ഖൻ അലൽ മുത്തഖീൻ. കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്, നിങ്ങളുടെ മരണം വന്നു കഴിഞ്ഞാൽ, അതായത് മരിച്ചു കഴിഞ്ഞാൽ എന്നല്ല, ആസന്നമായാൽ, ആ വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മരണം ആസന്നമായാൽ, കുതിബ അലൈക്കും എന്താണ് ആയത്തിന്റെ? ഇദാ ഹദറ അഹദകുമുൽ മൗതു ഇൻ തറക ഖൈറനിൽ വസിയതു ലിൽ വാലിദൈൻ, വസിയത്ത് ആർക്കാണ്? മാതാപിതാക്കൾക്ക്. വൽ അഖ്റബീൻ, കുടുംബക്കാർക്കും. ബിൽ മഅറൂഫ്. അപ്പോൾ ഇതായിരുന്നു പണ്ഡിതന്മാരുടെ വസിയത്ത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് നിർബന്ധമായിരുന്നു എന്നതിന് തെളിവ്. പിന്നീട് ഈ ആയത്തിന്റെ അർത്ഥം നസ്ഖ് ചെയ്യപ്പെട്ടു, ഉയർത്തപ്പെട്ടു. ഏത് ആയത്ത് മുഖേന? മീറാത്തിന്റെ ആയത്ത് മുഖേന ഈ വസിയത്തിന്റെ നിർബന്ധ ബാധ്യത ഉണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയും ചെയ്തു, ഇന്നല്ലാഹ ഖദ് അഅതാ കുല്ല ദി ഹഖ്ഖിൻ ഹഖ്ഖഹ്, എല്ലാവർക്കും അവനവന്റെ അവകാശം അല്ലാഹു സുബ്ഹാനഹു നൽകി. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു, ഫലാ വസിയത ലിവാരിസ്, അതായത് സ്വത്തവകാശിക്ക് വസിയത്ത് ഇനി ഇല്ലാന്ന്. സ്വത്തവകാശികളായി ആരും മാറി? മാതാപിതാക്കൾ സ്വത്തവകാശികളായി മാറി. അപ്പോൾ അവർക്ക് എന്തില്ല? വസിയത്തില്ല. ഫലാ വസിയത ലിവാരിസ്, ഇനി വസിയത്ത് ചെയ്യണമെങ്കിലോ ചെയ്യാം. സ്വത്തവകാശികളെ ഒഴിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്ത് ചെയ്യാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. അതിന് കണക്ക് നിശ്ചയിച്ചു. എന്താണത്? 3-1 കൂടാൻ പാടില്ല, മാക്സിമം 3-1 അത്രേ പാടുള്ളൂ. പറഞ്ഞു വരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണ്? ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു സ്വത്ത് അവകാശത്തിന്റെ രീതി. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിയമങ്ങളെല്ലാം മാറ്റി വിശദാംശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഈ നിയമങ്ങൾ ഈ ആയത്തുകളിലൂടെ, സൂറത്തു നിസാഇന്റെ ആയത്തുകളിലൂടെ വ്യക്തമാക്കി തന്നു. കമാ തഖദ്ദമ അൻ ഇബ്നു അബ്ബാസ്
ഇബ്നു അബ്ബാസിൽ നിന്ന് നേരത്തെ ഉദ്ധരിച്ചത് പ്രകാരം ആ ഹദീസാണ് ഇപ്പോൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് വായിച്ചത്. ഇന്നമാ നസഖ അല്ലാഹു ദാലിക ഇലാ ഹാദാ ഫഫറദ ലിഹാഉലാഇ ബിഹസബിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിയമം, ഏത് നിയമം? ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിയമം നസ്ഖ് ചെയ്തു. നസ്ഖിന്റെ വിശദാംശങ്ങൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കളഞ്ഞു, മാറ്റി. ഏത് ആയത്തിലാണ്, തഫ്സീറിലാണ് നമ്മൾ നസ്ഖിന്റെ വിശദാംശങ്ങൾ പഠിച്ചത്? ഓർമ്മയുണ്ടോ? ഏത് ആയത്തുകൾ പഠിച്ചപ്പോഴാണ്? ആരാ പറയേ? സൂറത്തുൽ ബഖറയുടെ അവസാന ആയത്തുകൾ അല്ലേ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് എന്ന ആയത്ത് ഏത് ആയത്ത് നസ്ഖ് ചെയ്തു? വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബില്ലാഹ് എന്ന ആയത്ത് നസ്ഖ് ചെയ്തെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമത്തെ നസ്ഖ് ചെയ്തു. ഫഫറദ ലിഹാഉലാഇ ബിഹസബിഹിം, എല്ലാവർക്കും ഈ കൂട്ടർക്ക്, അതായത് മക്കൾക്കും മാതാപിതാക്കൾക്കും അവർക്ക് അർഹിക്കുന്ന അവകാശങ്ങൾ അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തു. ലിഅന്നൽ ഇൻസാന ഖദ് യഅതീഹി അൻ-നഫ്ഉ അദ്-ദുനിയവിയ്യു അവൽ ഉഖ്റവിയ്യു ഔ ഹുമാ മിൻ അബീഹി മാ ലാ യഅതീഹി മിൻ ഇബ്നിഹി. ഒരു മനുഷ്യന് തൻ്റെ മകനിൽ നിന്ന് ലഭിക്കാത്ത ഇഹപര ഉപകാരം പിതാവിൽ നിന്ന് ലഭിച്ചേക്കാം. ഖദ് യഅതീഹി, ഒരു പക്ഷേ വന്നേക്കാം. അൻ-നഫ്ഉ ദുനിയവിയ്യു, ഭൗതിക ഉപകാരമോ, അവിൽ ഉഖ്റവിയ്യു, ലൗകിക ഉപകാരമോ, ഔ ഹുമ, അല്ലെങ്കിൽ രണ്ടും, മിൻ അബീഹി, പിതാവിൽ നിന്ന്, മാ ലാ യഅതീഹി മിൻ ഇബ്നിഹി, മകനിൽ നിന്ന് ഉണ്ടാകാത്ത ഉപകാരം പിതാവിൽ നിന്ന് ഉണ്ടായേക്കാം. വഖദ് യകൂനു ബിൽ അക്സ്, എന്ന കാര്യം നേരെ തിരിച്ചും ആയിരിക്കാം. വഖദ് യകൂനു ബിൽ അക്സ്. വലിഹാദാ ഖാല ആബാഉകും വഅബ്നാഉകും ലാ തദ്റൂന അയ്യുഹും അഖ്റബു ലക്കും നഫ്ആ, ഐ അന്ന അൻ-നഫ്അ മുതവഖ്ഖഉൻ വമർജൂഉൻ മിൻ ഹാദാ, ഇയാളിൽ നിന്ന് നഫ്ഉ മുതവഖ്ഖഉൻ, പ്രതീക്ഷിക്കപ്പെടുന്നതാണ്. ആരിൽ നിന്ന്? മകനിൽ നിന്ന്. കമാ ഹു മുതവഖ്ഖഉൻ വമർജൂഉൻ മിനൽ ആഖർ, അതേ പ്രകാരം തന്നെ മറ്റേയാളിൽ നിന്നും, പിതാവിൽ നിന്നും നഫ്ഉ, ഉപകാരം പ്രതീക്ഷിക്കപ്പെടാം. ഫലിഹാദാ ഫറദ്നാ ലിഹാദാ വഹാദാ, അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തർക്കും കണക്ക് പ്രകാരം നിശ്ചയിച്ച് നൽകി സ്വത്ത്. വസാവൈനാ ബൈനൽ ഖിസ്മൈനി ഫീ അസ്റിൽ മീറാത്ത്, വസാവൈനാ ബൈനൽ ഖിസ്മൈനി ഫീ അസ്റിൽ മീറാത്ത്, സ്വത്തവകാശത്തിന്റെ യഥാർത്ഥ വിധിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗക്കാർ തമ്മിലും സമപ്പെടുത്തി കൊടുത്തു. ഫരീദതൻ മിനല്ലാഹ്, അതിനുശേഷം അള്ളാഹു പറയുന്നു ഫരീദതൻ മിനല്ലാഹ്, ഇത് അള്ളാഹുവിങ്കൽ നിന്ന് ഓഹരി നിർണയമാകുന്നു, ഫർദാകുന്നു. ഇവിടെ ഫർദ് എന്ന വാക്ക് നിർബന്ധം നടത്തല്ല ഉപയോഗിച്ചത്. ഫർദ്, ഒരു ഫർദിന് ഒരു അർത്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിലൂടെ. എന്താണത്? ഭാഷാപരമായിട്ടും നിർണയിക്കുക, നിശ്ചയിക്കുക എന്നൊക്കെ അർത്ഥങ്ങളുള്ള ഒരു പദമാണ്. അതുകൊണ്ട് വഅലാ ഫർദ് സിഹ്ഹത്തിൽ ഹദീസ് എന്നൊക്കെ പണ്ട് ഞാൻ പറയാറുണ്ട്. ഹദീസ് സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ, ഹദീസ് സഹീഹാണെന്ന് സങ്കല്പിച്ചാലും തീരുമാനിച്ചാലും എന്നൊക്കെ അർത്ഥം വരാറുണ്ട്. വഖൗലുഹു ഫരീദതൻ മിനല്ലാഹ് ഐ ഹാദാ അല്ലദീ ദക്കർനാഹു മിൻ തഫ്സീരിൽ മീറാത്ത്, സ്വത്തവകാശത്തിന്റെ ഈ വിശദീകരണം, വഇഅ്താഇ ബഅദിൽ വറഹതി അക്തറ മിൻ ബഅദ്, ചില അവകാശികൾക്ക് മറ്റു ചിലരെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വത്തവകാശം നൽകിക്കൊടുത്തു. ഈ വിശദീകരണം ഹുവ ഫർദുൻ മിനല്ലാഹ്, ഹുവ ഫർദുൻ മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള ഒരു ഫർദാകുന്നു, ഒരു തീരുമാനമാകുന്നു. ഹകമ ബിഹി വഖദാഹു, അല്ലാഹു അപ്രകാരം വിധിച്ചു, തീരുമാനിച്ചു. വല്ലാഹു അലീമുൻ ഹകീം അല്ലദീ യദഉൽ അശ്യാഅ
ഫി മഹാലിഹാ. എന്താണ് ഹക്കീമിന്റെ അർത്ഥം? അല്ലദീ യദഉൽ അശ്യാഅ ഫി മഹാലിഹാ. ഓരോ കാര്യവും അതിൻ്റെതായ സ്ഥാനത്ത് സ്ഥാപിക്കുന്ന ഒരുവനാണ് ഹക്കീം. ഹക്കീമിന്റെ നേരെ എതിരായ അർത്ഥം എന്താണ്? വാലിം. ദുൽമ എന്ന് വെച്ചാൽ അറബി ഭാഷ പ്രകാരം വദ്ഉ ശൈഇ ഫി ഗൈരി മൗദിഇഹി, ഒരു കാര്യം അതിന്റെ ആ സ്ഥാനം തെറ്റിച്ച് സ്ഥാപിക്കുക, വെക്കുക. എന്തുകൊണ്ടാണ് ശിർക്ക് ലദുൽമുൻ അദീം? അത് ഭാഷാപരമായിട്ട് നോക്കുകയാണെങ്കിലും ശരിയാണ്. ഇബാദത്ത് എന്ന ഈ ആരാധന കർമ്മം ഇത് അള്ളാഹുവിന് അർപ്പിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഈ ആരാധന വിഗ്രഹങ്ങൾക്കോ അല്ലാഹുവില്ലാത്തവർക്കോ അർപ്പിക്കപ്പെടുമ്പോൾ എന്തായി മാറി? ദുൽമായി. അഥവാ ആ കാര്യം അതിൻ്റെ സ്ഥാനത്തല്ല സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം, ഏറ്റവും വലിയ അക്രമം എന്താണ്? ശിർക്കാകുന്നു. വല്ലാഹു അലീമുൻ ഹക്കീം പഠിച്ചു. വയുഅതി കുല്ലൻ മാ യസ്തഹിഖു ബിഹസബിഹി, എല്ലാവർക്കും അവരവൻ അർഹിക്കുന്നത് അള്ളാഹു നൽകുകയും ചെയ്തു. വലിഹാദാ ഖാല ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീമ, ഇന്നല്ലാഹ കാന അലീമൻ ഹക്കീം എന്ന് അള്ളാഹു പറയാനുള്ള കാരണവും ഇതാകുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ മാതാപിതാക്കളുടെ ഈ 3 അവസ്ഥകൾ ഒന്നും കൂടി പഠിച്ചു. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു സ്വത്തവകാശം, എങ്ങനെയായിരുന്നു വസിയ്യത്ത് ആദ്യ കാലഘട്ടത്തിൽ നിർബന്ധമായിരുന്നു, പിന്നീട് അള്ളാഹു ഇളവ് നൽകി. അതുപോലെ തന്നെ വസിയ്യത്തിൻ്റെ രൂപം, അത് എത്ര, അതിൻ്റെ അതിര്, സ്വത്തിൻ്റെ 1/3 വസിയ്യത്തിൽ കൂടാൻ പാടില്ല. അതുപോലെ ഫലാ വസിയ്യത ലിവാരിസ്, സ്വത്തവകാശികൾക്ക് വസിയ്യത്തിൽ നിന്ന് നൽകാൻ പാടില്ല. ഇബ്നു അബ്ബാസിൻ്റെ സഹീഹായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ആ റിവായത്തിലൂടെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി ചില ഉദാഹരണങ്ങൾ എഴുതുകയാണ്. അത് ഞാൻ ഓരോരുത്തരെ വിളിക്കും ഇൻഷാ അല്ലാഹ്. ഒരാൾ മരിച്ചു, അയാൾക്കൊരു മകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പിതൃവ്യം, അതായത് ഈ വാപ്പയുടെ സഹോദരൻ. ഈ വാപ്പയുടെ സഹോദരൻ ഒറ്റ വാക്കുണ്ടായതുകൊണ്ട് അത് എഴുതിയത്. അറബിയിൽ അമ്മ എന്ന് പറയും. അപ്പം അറബി എഴുതുമ്പോൾ പെട്ടെന്ന് കാര്യം പിടുത്തം കിട്ടാൻ വിചാരിച്ചിട്ടാണ് മലയാളത്തിൽ എഴുതിയത്. ഇത് ആരാണ് ഈ ഉദാഹരണം? മകൾക്ക് എത്രയാണ്? നിസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പകുതി. പിതൃവിനോ? തഅസീബ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത്. മലയാളത്തിൽ എഴുതിക്കൂടെ? ഇംഗ്ലീഷ്. അതെ, ബാക്കിയുള്ളത്. അഹ്സൻത്, ബറക്കല്ലാഹു ഫീക്. മകൾക്ക് പകുതിയാണ്, പിതൃവിന് ബാക്കി. എന്താണ് മകൾക്ക് പകുതിയാണെന്ന് തെളിവ്? ആരാ പറയാം? തെളിവ് അറിയുന്നവർക്ക് കൈ പൊക്കുക. ശൈൻ മൗലവി. വഇൻ കാനത് വാഹിദതൻ ഫലഹ അന്നസ്. ഒരു ഉദാഹരണം പഠിക്കുമ്പോൾ തെളിവ് പറയണം. വഇൻ കാനത് വാഹിദതൻ, മകൾ ഒറ്റയാണെങ്കിൽ ഫലഹ അന്നസ്, അവൾക്ക് പകുതി അവകാശമാണ്. അപ്പോൾ ഇവിടെ ഈ സ്വത്തിന് എത്ര ഓഹരിയാക്കി തിരിക്കാം? 2 ഓഹരി. മകൾക്ക് പകുതിയാണ്, അതായത് 1. ബാക്കി എത്രയാണ്? 1, അത് പിതൃവ്യൻ. ബാക്കി പിതൃവ്യനാണ് എന്നതിന് തെളിവെന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പല ക്ലാസ്സിലും പഠിച്ചതാണ്. ഫമാ ബഖിയ ഫലി ഔലാ റജുലിൻ ദക്കർ, ബാക്കിയുള്ള സ്വത്ത് ഫലി ഔലാ റജുലിൻ ദക്കർ, പുരുഷനായ ദക്കറായ ആൾക്കുള്ളതാണ് ബാക്കിയുള്ള സ്വത്ത്. ശരി, രണ്ടാമത്തെ ഉദാഹരണം. മകൻ ആരാണിത്? ഈ ഉദാഹരണം ഹല്ല് ചെയ്യാം. ഷേമൂല്. മകൾക്ക് 3/1. ആ,
ആ 3 മകന് 2 3 ഇവിടെ മകൾക്ക് 3 മകന് 3 ഇത് ഇങ്ങനെ ഈ വിശദീകരണം ശരിയാണോ? അല്ല. ആരാണിത് ചെയ്യാ? ഇങ്ങനെ ഒരു മകൾക്ക് 3 മകന് 3 എന്നുള്ള വിശദീകരണം ഉണ്ടല്ലോ, അത് ശരിയല്ല. നമ്മൾ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പഠിക്കേണ്ടത്. അതായത് ഇവിടെ നമ്മളെന്താ പറയേണ്ടത്? ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മകനും മകളും മാത്രമാണുള്ളത്. അങ്ങനെയാകുമ്പോൾ മക്കളാണ് അവര്. മകന് മകളുടെ ഇരട്ടി അവകാശം അത് പറഞ്ഞാൽ മതി. എന്താ എന്റെ തെളിവെന്താണ്? നമ്മൾ ഈ 3 2 3 പറയുമ്പോൾ ഖുർആൻ എങ്ങനെ പറയണം? അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ 3 അവകാശമാക്കി തിരിക്കാം. സ്വത്തിനെ 3 ഓഹരിയാക്കി തിരിക്കാം. അങ്ങനെയാകുമ്പോൾ ഇവിടെ മകൻ എന്താണ്? ഇരട്ടി അവകാശം. ഇരട്ടി ഇങ്ങനല്ലേ? അങ്ങനെയാകുമ്പോൾ മകൾക്ക് എത്രയാണ്? 1, മകനോ 2. മകന് 2. ഇതാണ് തെളിവ്. ലിസ്സകരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പക്ഷേ ആ കണക്ക് അവസാനം ശരിയായിരിക്കും, പക്ഷെ ആ പറഞ്ഞ രീതി ഉണ്ടല്ലോ, അത് ഒന്നും കൂടി ആ ഖാഇദ, ആ നിയമം അല്ലെങ്കിൽ തത്വം ഒന്നും കൂടി ശരിയാക്കേണ്ടതുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി ചെറിയ വേറൊരു ഉദാഹരണം. ഭർത്താവ് പിതാവ്. ഇത് നമ്മൾ ഈ ആയത്ത് പഠിച്ചിട്ടില്ല, പക്ഷെ പലപ്പോഴും സൂചന നൽകിയിട്ടുണ്ട്. മക്കളുണ്ടാവുമ്പോഴും മക്കളില്ലാത്ത സമയത്തും ഭാര്യ ഭർത്താക്കന്മാർക്ക് എത്രയാണ് അവകാശം സൂചിപ്പിച്ചിട്ടുണ്ട്. ആരാണ് ഈ ഉദാഹരണം ചെയ്യാം? എല്ലാവരും മുന്നോട്ട് തെറ്റിയാലും പ്രശ്നമില്ല. തെറ്റുകൾ തിരുത്തേണ്ട ഒരു സ്ഥലമാണ്. മൻസൂർ ചെയ്യും. പുതിയ അതിഥിയുണ്ട്. പേരെന്താണ്? ഹബീബുർ റഹ്മാൻ. ഹബീബുർ റഹ്മാൻ സലാഹിയാണ്. ഇവിടെയാണ് ഇതിൻ്റെ നിസ്ബ ചെയ്യുന്നുണ്ട്. എത്രയാണ്? എത്ര കണക്ക്? ഭർത്താവിന് എത്രയാണ്? നിസ്ഫ്. പിതാവിനോ? ബാക്കി. ഇവിടെ എഴുതിയിട്ടുള്ളത് ഭർത്താവിന് നിസ്ഫ്, അതായത് പകുതിയാണ് അവകാശം. പിതാവിനോ? ബാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് എത്രയാണ്? പകുതി അവകാശം. ബാക്കിയോ? സഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും ബാക്കി പിതാവിനാണ് പോകേണ്ടത്. അതുപോലെ ഇതിൻ്റെ ഈ ഭർത്താവിന് പകരം ഭാര്യയാണെങ്കിലോ 4/1. മക്കളില്ലെങ്കിൽ 4/1, ഭർത്താവിന് പകുതി. ഇത് സെയിം രീതി തന്നെയാണ് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് മാതാവ് ഭാര്യ പിതാവ്.
ഇത് കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ് നമ്മൾ. മാതാവ്, ഭാര്യ, പിതാവ്. ഇതാരാണ് പെട്ടെന്ന് ഈ ഉദാഹരണം ചെയ്യാം? ഇനി കുട്ടികൾ വരേണ്ടി വരും. നിങ്ങളൊന്നും ആരും എഴുന്നേറ്റില്ലെങ്കിൽ കുട്ടികൾ ഇതിന് ഉത്തരം പറയും. കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണത്, ഓർമ്മപ്പെടുത്തുകയാണ്. അൽ മസ്അലത്താനിൽ ഉമരിയ്യത്താൻ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തീർപ്പ് നൽകിയ 2 മസ്അലകൾ, അതിലൊന്നാണത്. യഹിമുലും ഭാര്യക്ക് എത്ര നൽകേണ്ടത്? മക്കളില്ലാത്തതുകൊണ്ട് 4-1. അതെ, മക്കളില്ലാത്തത് കൊണ്ട് 4-1. 4-1 എഴുതിക്കൂടെ? അഹ്സൻത്, ജസാക്കല്ലാഹ്. മാതാവിനും പിതാവിനോ? മാതാവിന് സുലസാണ്, പക്ഷെ ഇവിടെ ഉംറത്തിന് മസാല ആയതുകൊണ്ട് ഈ ബാക്കി അതിന്റെ 3. അതെ, അപ്പൊ ബാക്കിയുടെ 3-1. ഇവിടെ പറഞ്ഞു വരുന്നത്, ഭാര്യന്റെ അവകാശം കൊടുത്തതിന് ശേഷം മാതാപിതാക്കൾ അവിടെ മാതാവിന് ബാക്കി സ്വത്തിന്റെ 3-1, അതാണ് ബാക്കിയുടെ 3-1. പിതാവിനോ? ബാക്കിയുള്ളത്. അതായത് എത്രയാണ്? ബാക്കി എഴുതിക്കോളി. ബാക്കി. ശരി, ഇവിടെ എത്ര ഓഹരിയാക്കി തിരിക്കാം? 12. 12ന്റെ 3-1 4. അതെ, 12 ആവുമ്പോൾ മാതാവിന് 4, 12-ൽ 4ആണ്. ഭാര്യക്ക് 4-1, അപ്പൊ 3 വരും. അതെ, ബാക്കി എത്രയാണ്? 3, 4, 7, ബാക്കി 5. ബാക്കി 5. അതെ, ജസാക്കല്ലാഹ് ഖൈർ. ഇത് നമുക്ക് ചുരുക്കിയും എഴുതാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ 12-ന് പകരം 6 ആണെങ്കിൽ, ഇല്ല 12 4 ആണെങ്കിൽ ഇവിടെ ഭാര്യയ്ക്ക് 4-1 ഒരു അവകാശം. മാതാവിനും പിതാവിനും ബാക്കിയുള്ളത് മാതാവിന് പകുതി അവകാശമാണ്, പിതാവിൻ്റെ പകുതിയാണ്. അങ്ങനെ ആകുമ്പോൾ പിതാവിന് 2, മാതാവിന് 1. അപ്പം 4 ആക്കി നമുക്ക് ചുരുക്കി ഓഹരി ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൽ മസ്അലത്താൻ ഉമരിയ്യത്താൻ എന്ന 2 മസ്അലകളുടെ ഒരു മസ്അലയാണ് പറഞ്ഞത്. ഇനി ഭാര്യയ്ക്ക് പകരം ഭർത്താവാണെങ്കിലോ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണത്? നിസ്ഫിന് അല്ല, പിന്നെ 4-1 പകരം, 1/4 ഭാഗത്തിന് പകരം എന്തായി മാറും? പകുതി അവകാശമായി മാറും. ഇതാണ് ഇൻഷാ അല്ലാഹ്. ഇനി ബാക്കിയുള്ള ഉദാഹരണങ്ങൾ, സഹോദരന്മാരുടെ ഉദാഹരണങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ, അടുത്ത ക്ലാസ്സിലൂടെ നമ്മൾ വിശദീകരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഏതായാലും ഈ സ്വത്തവകാശം ചെറിയ രീതിയിൽ നമുക്ക് എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. ഖുർആൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും. ഇതാണ് ഖുർആൻ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിവ് പഠിക്കുക, നേടുക എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു രീതിയാണ് നമ്മളിവിടെ സ്വീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ നമ്മുടെ എല്ലാ വിഷയങ്ങളും കാര്യങ്ങളും മതപരമായ കാര്യങ്ങളും ഖുർആൻ സുന്നത്തനുസരിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ, തുണക്കട്ടെ, സഹായിക്കട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله.